ഹലോ ഫ്രണ്ട്സ്, വർത്ത് സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. സോ അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആളുകൾ അത് കാണണം. അപ്പോൾ തിയറി ഓഫ് മെഷീൻസിനകത്ത് വരുന്ന ഒരു പോർഷനാണ് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് എപ്പോഴും ചെയ്യാമെന്നും അപ്പോൾ ഡിഅലംബർട്ട് പ്രിൻസിപ്പിൾ, ഇക്വലൻ്റ് ഇനേഷ്യ ഫോഴ്സ്, അതുപോലെ തന്നെ പിസ്റ്റൻ്റെ കണക്റ്റിംഗ് റോഡിൻ, അതായത് നമുക്ക് എന്താണ് 4 ബാർ ലിങ്കേജിൻ്റെ ഡൈനാമിക് ഫോഴ്സ് അനലൈസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ അനലൈസ് ചെയ്യാനുണ്ട്. സോ സ്ലൈഡർ ക്രാങ്കിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നത് പിസ്റ്റൺ, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സലറേഷൻ കാണുന്ന ഡെറിവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോനകത്ത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണണം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എഞ്ചിൻ ഫോഴ്സ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പിസ്റ്റൺ എഫേർട്ട് വരെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് മുതൽ ഞാൻ അങ്ങോട്ടുള്ളത് നോക്കാം. സോ അപ്പോൾ അതിനകത്ത് വരുന്നത് നമുക്ക് പിസ്റ്റൺ എഫേർട്ട് കാണാനുണ്ട്. ദെൻ ത്രസ്റ്റ് അലോങ് ദി കണക്റ്റിംഗ് റോഡ് ഉണ്ട്. അതുപോലെ തന്നെ ത്രസ്റ്റ് ഓൺ ദി സിലിണ്ടർ വോൾസ് വരുന്നുണ്ട്. പിന്നെ ക്രാങ്ക് എഫേർട്ടും ത്രസ്റ്റ് ഓൺ ദി ബിയറിങ്സ്. ഇത്രയും 5 ഫോഴ്സാണ് നമുക്ക് കാണാനുള്ളത്. സോ എല്ലാം വളരെ ഈസിയാണ്. നമുക്ക് ആ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഫിഗർ വെച്ചിട്ട് തന്നെ എന്താ ചെയ്യാം, ഇതെല്ലാം കാണാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഹൊറിസോണ്ടൽ എഞ്ചിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ എഞ്ചിൻ വരുന്നുണ്ട്. സോ ഈ രണ്ട് കേസിലും എങ്ങനെയാണ് ചെയ്യേണ്ടത് മീൻസ് ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ള. ബാക്കിയെല്ലാം എന്താണ് സെയിം ഇക്വേഷൻ ആണ്. നമുക്ക് ആ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ആ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ എല്ലാ ഇക്വേഷൻസും നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് നമ്മൾ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് എപ്പോഴും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ, അതുപോലെ തന്നെ ഇനേഷ്യ ഫോഴ്സ് ലാർജ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൈനാമിക് ഫോഴ്സ് അനലൈസ് ചെയ്യുക. സോ ഇപ്പോൾ ഒരു എഞ്ചിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ്. സോ എന്താണ് ഒരു എഞ്ചിൻ്റെ മേലെ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ ഇപ്പോൾ ഒരു എഞ്ചിൻ്റെ മേലെ പിസ്റ്റൺ, അതായത് റെസിപ്രോക്കേറ്റിംഗ് മാസസ് ആൻഡ് വെയിറ്റ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് മാസസ് ആൻഡ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് എന്ന് പറയുമ്പോൾ എന്താണ്, പിസ്റ്റൺ ആണ് എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് വെയിറ്റ് എന്താണ്, അതൊരു ഫോഴ്സ് ആണ്. ദെൻ അടുത്തത് ഗ്യാസ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു IC എഞ്ചിനിൽ, ഇന്റർണൽ കമ്പഷൻ എഞ്ചിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുന്നുണ്ട്. അതായത് അതിനകത്ത് വെച്ച് എഞ്ചിൻ സിലിണ്ടറിൻ്റെ അകത്ത് വെച്ച് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്താണ് അവിടെ ഒരു പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ, നമ്മൾ ഗ്യാസ് പ്രഷർന്നോ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സെന്നോ ഗ്യാസ് ഫോഴ്സ് എന്നൊക്കെ പറയും. അവർ ഗ്യാസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഫോഴ്സ് ഡ്യൂ ടു ഫ്രിക്ഷൻ. സോ എന്താണ് ഈ ഒരു പിസ്റ്റൺ എന്താ നമ്മുടെ സിലിണ്ടറിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എന്താണ് അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇനേഷ്യ ഫോഴ്സ് ഡ്യൂ ടു ദി ആക്സിലറേഷൻ ആൻഡ് ആക്സിലറേറ്റിംഗ് ആൻഡ് റിട്ടാർഡേഷൻ ഓഫ് ദി എഞ്ചിൻ എലമെൻറ്റ്സ്. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഒരേ മോഷൻ ആയിരിക്കില്ല, കോൺസ്റ്റൻറ്റ് മോഷൻ ആയിരിക്കില്ല. എന്താണ് ആക്സിലറേഷനും ഉണ്ടാവും, ഡീസലറേഷനും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ എഞ്ചിൻ എലമെൻസിൽ വരുന്ന ആക്സിലറേഷൻ അതുപോലെ തന്നെ ഡീസലറേഷനും കൊണ്ടുണ്ടാവുന്ന ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഇത്രയും ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നെഗ്ലക്ട് ദ വെയിറ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് ദി കണക്റ്റിംഗ് റോഡ്. അപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഇനേഷ്യ അതുപോലെ തന്നെ വെയിറ്റ് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഫസ്റ്റ് വരുന്നത് പിസ്റ്റൺ എഫേർട്ട് ആണ്, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് നെയിംസിൽ ചോദിക്കും. അപ്പോൾ എന്താണ് പിസ്റ്റൺ എഫേർട്ട് നോക്കാം. അപ്പോൾ നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി പിസ്റ്റൺ. അപ്പോൾ എന്താണ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ആണ് എന്ത് പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഇത് ഫോമിൽ യൂസ് ചെയ്തിട്ട് വേണം കാണാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് എന്ത് പിസ്റ്റൺ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ RC എഞ്ചിൻ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ ഓൾറെഡി റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഇതിൻ്റെ എന്താണ് ആക്സിലറേഷൻ വെലോസിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ അത് കാണുന്നത്. സോ നമ്മൾ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. സോ എന്താണ് ഇന്ത്യൻ RC എഞ്ചിൻ, RC മാസസ് ആക്സിലറേറ്റ് ഡ്യൂറിംഗ് ദി ഫസ്റ്റ് ഹാഫ്. അപ്പോൾ എന്താണ് റെസിപ്രോക്കേറ്റിംഗ് മാസസ് ഫസ്റ്റ് ഹാഫിൽ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് എന്താണ് അതിനകത്തുള്ള ഇനേഷ്യ ഫോഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഹൊറിസോണ്ടൽ എഞ്ചിൻ്റെ കേസിലാണ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസസ്, അതായത് നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും ഫസ്റ്റ് ഹാഫിൽ, അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻ അവിടെ നിന്നാണ് ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആക്സിലറേഷനാണ് സംഭവിക്കുക. സോ അപ്പോൾ എന്ത് ചെയ്യും, ഇനേഷ്യ ഫോഴ്സ് അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ദെൻ ലേറ്റർ ഹാഫിൽ എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ ODCയിൽ നിന്ന് IDCയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസസ് എന്ത് ചെയ്യും, ഡീസലറേറ്റ് ചെയ്യും. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ത് ചെയ്യും, ആ ഒരു ടൈമിൽ ഇതിനെ അഗെയിൻ ഓപ്പോസ് ചെയ്യും. അപ്പോൾ പിസ്റ്റൻ്റെ ഫസ്റ്റ് ഹാഫിൽ പിസ്റ്റൻ്റെ ഒരു സൈഡിൽ ഗ്യാസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകുമ്പോൾ അതിനെ ഇനേഷ്യ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇനേഷ്യ ഫോഴ്സ് കാരണം നെറ്റ് ഫോഴ്സ്, അതായത് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ദെൻ ഇനി അടുത്ത കേസിൽ during the later half of the stroke, the reciprocating masses decelerate and inertia force oppose this deceleration or act in the direction of the applied gas pressure. അപ്പോൾ പിസ്റ്റൺ ഡീസലറേറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ഇനേഷ്യ ഫോഴ്സ് മീൻസ് അല്ലെങ്കിൽ എന്താണ് നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മളൊരു വെർട്ടിക്കൽ എഞ്ചിൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ എഞ്ചിൻ റെസിപ്രോക്കേറ്റിംഗ് മാസസ് അസിസ്റ്റ് ദ പിസ്റ്റൺ ഡ്യൂറിംഗ് ദി ഡൗൺ സ്ട്രോക്ക്. ഇപ്പോൾ എന്താണ് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് ട്രാവൽ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ പിസ്റ്റൺ എങ്ങനെയായിരിക്കും, പിസ്റ്റൺ ഒരു വെർട്ടിക്കൽ എഞ്ചിനിലാണ് പിസ്റ്റൺ അങ്ങനെ പിസ്റ്റൻ്റെ വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഗ്യാസ് ഫോഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടായിരിക്കും, ഈ ഒരു പിസ്റ്റൻ്റെ വെയിറ്റും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിസ്റ്റണിന് ഈ ഒരു, അതായത് പിസ്റ്റൻ്റെ വെയിറ്റ് ഈ ഒരു
ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് മാസസ് എന്ത് ചെയ്യും, ഈ ഒരു പിസ്റ്റനെ ഡൗൺവേർഡ് സ്ട്രോക്കിൽ അസിസ്റ്റ് ചെയ്യും. അതായത് പിസ്റ്റൻ്റെ നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ ഡ്യൂറിംഗ് ദി അപ്പ് സ്ട്രോക്ക് ദ പിസ്റ്റൺ എഫേർട്ട് ഡിക്രീസ് ബൈ ദി സെയിം amount. അപ്പോൾ അതായത് ഈ ഒരു വെയിറ്റിൻ്റെ ഈക്വൽ എമൗണ്ടിൽ എന്ത് ചെയ്യും, പിസ്റ്റൻ്റെ നെറ്റ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ദെൻ അടുത്തൊരു കേസ്, അതായത് ഇപ്പോൾ BDCയിൽ നിന്ന് TDCയിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോൾ പിസ്റ്റൺ മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു വെയിറ്റിനെ കൂടി നമ്മൾ ഓപ്പോസ് ചെയ്യണം, അത്രയും ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യണം. സോ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഒരു പിസ്റ്റൻ്റെ നെറ്റ് എഫേർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ എമൗണ്ട്, അതായത് പിസ്റ്റൻ്റെ വെയിറ്റിന് ഈക്വൽ എമൗണ്ട് ആയിട്ട് ഡിക്രീസ് ചെയ്യും. സോ നമുക്ക് അതിനിപ്പോൾ എഞ്ചിൻ ഫോഴ്സ് അനാലിസിസിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നെറ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ പിസ്റ്റൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് എഫ് നെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഇഷ്ടമുള്ള പേര് വെച്ച് ഡിനോട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ എന്താണ്, ഗ്യാസ് പ്രഷർ എപ്പോഴും എന്തായിരിക്കും, പിസ്റ്റനെ ഒരു ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, IDCന്ന് ODCയിലേക്ക് ആയിരിക്കും എന്ത് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് ഇനേഷ്യ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, PA അതായത് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയയാണ്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, ഗ്യാസ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് ആണ്. ഞാൻ അതിനെ FP വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോൾ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും, അതായത് കവർ സൈഡിലും ഉണ്ടാവും, അതുപോലെ തന്നെ ക്രാങ്ക് സൈഡിലും ഈ ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവരുടെ ഡിഫറൻസ് ആയിരിക്കും എന്ത്, നെറ്റ് ലോഡ് എന്ന് പറയുന്നത്. സോ FP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ലോഡ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു ദി പ്രഷർ ആണ്, അല്ലെങ്കിൽ ഗ്യാസ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ ആണ്. സോ ഇപ്പോൾ FP എന്ന് പറയുമ്പോൾ P1A1 മൈനസ് P2A2 ആണ്. അപ്പോൾ അതിൽ P1A1 എന്ന് പറയുന്നത് എന്താണ്, പ്രഷർ ഓൺ ദി കവർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ ആൻഡ് ദി ഏരിയ ഓൺ ദി കവർ സൈഡ് ഓഫ് ദ പിസ്റ്റൺ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, ഈ ഒരു പിസ്റ്റൻ്റെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജസ്റ്റ് എന്ത് പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് എന്താണ്, പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുണ്ടെങ്കിൽ π/4 × d² ആയിരിക്കും എന്ത്, A1 എന്ന് പറയുന്ന ഏരിയ വരുന്നത്. ദെൻ അടുത്ത കേസ് P2A2 എന്ന് പറയുമ്പോൾ P2 എന്തായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും, P1 P2 തന്നിട്ടുണ്ടാവും. ദെൻ A2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ നമുക്ക് ഈ ഒരു പിസ്റ്റൻ്റെ ഒരു സൈഡിൽ എന്തായിരിക്കും, കവർ പോർഷനിൽ കണക്റ്റിംഗ് റോഡ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ പിസ്റ്റൻ്റെ ഡയ തന്നെ എടുക്കുക. ബാക്ക് സൈഡ് നോക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ നമുക്ക് ഒരു കണക്റ്റിംഗ് റോഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് A2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, A1 മൈനസ് സ്മോൾ A ആയിരിക്കും. സ്മോൾ A എന്ന് പറയുന്നത് ഇപ്പോൾ കണക്റ്റിംഗ് റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ π/4 d² വെച്ച് ചെയ്യുക. സോ അത് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ട് D = ഡയ ഓഫ് ദി കണക്റ്റിംഗ് റോഡാണ്. അതാവുന്നത് A2 എന്ന് പറയുന്ന ഏരിയ വരുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് എന്ത്, നമ്മുടെ ലോഡ്, അതായത് നെറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ഇനേഷ്യ ഫോഴ്സ്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് നമ്മൾ ഓൾറെഡി ബാലൻസിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, അവിടുത്തെ ആക്സലറേഷൻ എന്തായിരുന്നു, r⍵² cos θ + cos 2θ/n ആണ്. സോ ഇവിടെ എന്താണ്, mr⍵² cos θ + cos 2θ/n ആണ് എന്ത്, ഇനേഷ്യ ഫോഴ്സ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു നെറ്റ് ലോഡ്, അതായത് ഈ ഒരു പ്രഷർ ലോഡ് അല്ലെങ്കിൽ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ലോഡ് മൈനസ് ഇനേഷ്യ ഫോഴ്സ്, അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് കൊണ്ട് പിസ്റ്റൺ കിട്ടുന്നത്. സോ എന്താണ്, FP ഗ്യാസ്, അതായത് പ്രഷർ ഫോഴ്സ് മൈനസ് ഇനേഷ്യ ഫോഴ്സ് ആയിരിക്കും എന്ത്, നെറ്റ് ലോഡ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും കൂടി അതിന് മൈനസ് ചെയ്യുക. അങ്ങനെ ആയിരിക്കും ഹൊറിസോണ്ടൽ എഞ്ചിൻ്റെ കേസിൽ വരുന്നത്. ദെൻ അടുത്ത കേസ് ഇപ്പോൾ എന്താണ്, ഒരു വെർട്ടിക്കൽ എഞ്ചിനാണെന്ന് വിചാരിക്കും. അപ്പോൾ വെർട്ടിക്കൽ എഞ്ചിനിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു വെയിറ്റിൻ്റെ അമൗണ്ടിൽ പിസ്റ്റൺ അതായത് പിസ്റ്റൺ എഫേർട്ടിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസ് ഫോഴ്സ് ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്ത്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഗ്യാസ് ഫോഴ്സിൽ നിന്ന് ഇനേഷ്യ ഫോഴ്സ് മൈനസ് ചെയ്യുക. അതേപോലെ തന്നെ ലോഡ് എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുന്നത്. സോ എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ആ ലോഡ് എന്ത് ചെയ്യുക, അതിൽ ആഡ് ചെയ്യുക. അതായത് W എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. mg ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, W = mg. അപ്പോൾ നമുക്ക് പിസ്റ്റൻ്റെ മാസ് തന്നിട്ടുണ്ടാവും, G എന്താണ് 9.18. ദെൻ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് വരുന്നത്. അതായത് FNet = FP ± FI ± W - RF. ഇതാണ് എന്ത്, പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ലോഡ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഇനി അടുത്തൊരു കേസിൽ നമുക്ക് എന്താണ്, ത്രസ്റ്റ് അലോങ് ദി കണക്റ്റിംഗ് റോഡ് കാണണം. സോ ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കണക്റ്റിംഗ് റോഡ് എന്താണ്, ഈ ഒരു കേസിൽ 2 ഫോഴ്സ് മെമ്പറാണ്. അപ്പോൾ അതിൽ ഒന്നെങ്കിൽ ടെൻഷൻ ആവാം, അല്ലെങ്കിൽ കംപ്രഷൻ ആവാം. സെയിം ലോഡായിരിക്കും രണ്ട് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മുടെ ക്രാങ്ക് എന്ന് പറയുന്നത് എന്താണ്, അതിൽ ഒരു ടോർക്കും അതുപോലെ തന്നെ 2 ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ഫോഴ്സ് ടോർക്ക് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇൻറ്റു ഇവരുടെ ഇൻ ബിറ്റ്വീൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ സെയിം കൺസിഡറേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സോ നമുക്ക് FC, അതായത് കണക്റ്റിംഗ് റോഡിൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, FC എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെർട്ടിക്കൽ എഞ്ചിനാണ് പറയുന്നത്, അല്ല ഹൊറിസോണ്ടൽ എഞ്ചിനാണ് പറയുന്നത്. അപ്പോൾ ഏത് കേസിലാണെങ്കിലും എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഫിഗർ മീൻസ് എന്താണ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, FNet കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ വെർട്ടിക്കൽ എഞ്ചിനാണെങ്കിൽ നമ്മൾ W ആഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഹൊറിസോണ്ടൽ എഞ്ചിനാണെങ്കിൽ ഫിഗർ ജസ്റ്റ് എന്ത് ചെയ്താൽ മാറ്റി വരക്കുക. അതിലെന്ത് ഉണ്ടാവും, ഡൗൺവേർഡ് ഡയറക്ഷനിൽ mg അല്ലെങ്കിൽ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും, അതായത് FNetൻ്റെ ഡയറക്ഷനിൽ. അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ ജസ്റ്റ് എന്താണ്, ഇപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടലായിട്ട് ജസ്റ്റ് വരച്ചു എന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം, FC കാണാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, അതായത് പിസ്റ്റൺ ഇരിക്കുന്നത് എവിടെ ആയിരിക്കും, ഈ ഒരു പോയിന്റിലായിരിക്കും. സോ നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്താണ്, നെറ്റ് ഫോഴ്സ്, അതായത് ഗ്യാസ് പ്രഷർ, അതുപോലെ തന്നെ ഇനേഷ്യ ഫോഴ്സ്. ദെൻ ഇപ്പോൾ വെർട്ടിക്കലാണെങ്കിൽ ലോഡ് അല്ലെങ്കിൽ എന്താണ്, വെയിറ്റ്, ഇതൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എന്താണ്, അതിനെ FNet നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ അടുത്തത് എന്താണ്, FC എങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ആണ്, അതായത് ഹൊറിസോണ്ടലിന് ബീറ്റ ഇൻക്ലിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, ഇൻവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്.
സോ നമ്മളിപ്പോൾ എന്താണ് എഫ് സിനെ റിസോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഫ് സി എങ്ങനെയൊക്കെ കിട്ടും? അത് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ്. സോ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എഫ് സി കോസ് ബീറ്റയും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എഫ് സി സൈൻ ബീറ്റയും ഉണ്ടായിരിക്കും. സോ നമ്മുടെ എഫ് നെറ്റ് എന്താണ്? എഫ് നെറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എഫ് സി ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എഫ് നെറ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് നെറ്റ് മൈനസ് എഫ് സി കോസ് ബീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു എന്തായിരിക്കും? സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആ ഒരു കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ദെൻ അപ്പോൾ നമുക്ക് എന്താണ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു എഫ് സി കോസ് ബീറ്റ എന്ന് കിട്ടും. നമുക്ക് എഫ് നെറ്റ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് എന്താണ് എഫ് സി ആണ് കാണുന്നത്, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കാണുന്നത്. സോ അതെന്താണ് എഫ് സി ഈക്വൽ ടു എഫ് നെറ്റ് ബൈ കോസ് ബീറ്റ എന്ന് വരും. സോ ഇപ്പോൾ ബീറ്റ നമുക്ക് എന്താണ് ഇപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ എൻ. സൈൻ തീറ്റ നമുക്ക് എന്തായിരിക്കും? ക്രാങ്കിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ടാവും. ദെൻ എൻ എന്തായിരിക്കും? അതായത് നമ്മൾ എപ്പോഴും തീറ്റ തരും. കാരണം എന്താണ്? നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി, അത് ആക്സിലറേഷൻ, അതുപോലെ ഫോഴ്സ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. സോ നമുക്ക് തീറ്റ എപ്പോഴും തന്നിട്ടുണ്ടായിരിക്കും. സോ എൻ എന്ന് പറയുന്നത് ഒബ്ലിഗേറ്ററി റേഷ്യോ ആണ്, L/R ആണ് വരുന്നത്. കണക്ഷൻ റോഡിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ ദി ലെങ്ത് ഓഫ് ദി ക്രാങ്ക്. സോ ഈ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ എൻ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ബീറ്റ കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? സെക്കൻഡ് ഫോഴ്സ്. ഫസ്റ്റ് ഫോഴ്സ് പിസ്റ്റൺ എഫേർട്ട് ആയിരുന്നു, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പിസ്റ്റൺ. അത് നമുക്ക് കിട്ടി. ഇത് അടുത്തത് എന്താണ്? കണക്റ്റിംഗ് റോഡ് ഫോഴ്സ് ത്രസ്റ്റ് അലോങ് ദി കണക്റ്റിംഗ് റോഡ് ആണ് സെക്കൻഡ് ഫോഴ്സ്. അതെന്താണ്? എഫ് ഈക്വൽ ടു എഫ് നെറ്റ് ഡിവൈഡ് ബൈ കോസ് ബീറ്റ എന്നാണ്. അതിന് അടുത്തത് ത്രസ്റ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി സിലിണ്ടർ, അല്ലെങ്കിൽ ഓൺ ദി ഗൈഡ് ബാർസ് എന്നൊക്കെ പറയും. സോ ഇപ്പോൾ അതെന്തായിരിക്കും? നോർമൽ റിയാക്ഷൻ ഓൺ ദി സിലിണ്ടർ വോൾസ് ആയിരിക്കും. അതിനെ നമുക്ക് എന്താണ്? ഈ ഒരു ഫിഗറിൽ എഫ് എൻ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? വെർട്ടിക്കലി അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഇപ്പോൾ ഇതിൽ ഈ എഫ് സി എന്താണ്? എഫ് സിയുടെ ഒരു കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് എന്താണ്? ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഇതിൽ എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എഫ് എൻ ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആർ ആക്ട് ചെയ്യുന്നുണ്ട്? എഫ് സി സൈൻ ബീറ്റ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എൻ മൈനസ് എഫ് സി സൈൻ ബീറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. വെർട്ടിക്കൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്തതാണ്. ദെൻ എഫ് എൻ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ് സി സൈൻ ബീറ്റ എന്ന് എഴുതാം. സോ നമുക്ക് എഫ് സി ഓൾറെഡി നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? എഫ് നെറ്റ് ബൈ കോസ് ബീറ്റ എന്ന് കിട്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ എഫ് എൻ ഈക്വൽ ടു എഫ് നെറ്റ് ബൈ കോസ് ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റയാണ്. സോറി, ഞാൻ ഇവിടെ അറിയാതെ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. സൈൻ ബീറ്റയാണ് വേണ്ടത്. സോ ഇപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടാൻ ബീറ്റ എന്ന് കിട്ടും. സോ എഫ് എൻ അതായത് ഫോഴ്സ് ഓൺ ദി സൈഡ് ഓഫ് ദി സിലിണ്ടർ, അല്ലെങ്കിൽ ത്രസ്റ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? എഫ് നെറ്റ് ഇൻറ്റു ടാൻ ബീറ്റ എന്നാണ് വരുന്നത്. അടുത്തത് ഇനി എന്താണ്? ഇതിന് രണ്ട് ഫോഴ്സസ് വരുന്നുണ്ട്, ക്രാങ്ക് പിൻ എഫേർട്ട്, അതുപോലെ തന്നെ എന്താണ്? ടേണിംഗ് മൊമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എഫ് സി എന്ന് പറയുന്നത്, അപ്പോൾ ഈ എഫ് സി കണക്റ്റിംഗ് റോഡിൽ എന്തായിരിക്കും? എഫ് സി രണ്ട് ഡയറക്ഷനിൽ, അതായത് അതെന്തായിരിക്കും? ടു ഫോഴ്സ് മെമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫോഴ്സ് തന്നെ ആയിരിക്കും നമ്മുടെ, അതായത് സെയിം ഫോഴ്സ് ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ കണക്റ്റിംഗ് റോഡിലും ആക്ട് ചെയ്യുന്നത്. ഈ ഒരു കണക്റ്റിംഗ് റോഡിലെ ഫോഴ്സ് തന്നെ ആയിരിക്കും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ക്രാങ്കിൽ ആക്ട് ചെയ്യുന്നത്. സോ സെയിം ഫോഴ്സ് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു എഫ് സിനെ നമ്മൾ ക്രാങ്ക് പിന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിനെ ടാൻജൻഷ്യൽ ടു ദി ക്രാങ്ക്, അതുപോലെ തന്നെ റേഡിയൽ ഡയറക്ഷൻ ടു ദി ക്രാങ്ക്. അപ്പോൾ ക്രാങ്കിൻ്റെ റേഡിയൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലും ആയിരിക്കും റിസോൾവ് ചെയ്യണം ഈ ഒരു ഫോഴ്സിനെ. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഏതാണ്? എഫ് സി ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അടുത്തത് നമുക്ക് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ അതിൽ നമുക്ക് തീറ്റ തന്നിട്ടുണ്ടാവും, ബീറ്റ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം എന്ത്? ഈ ഒരു ട്രയാങ്കിളിൽ നമ്മുടെ കണക്റ്റിംഗ് റോഡും അതുപോലെ തന്നെ ക്രാങ്കും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇൻസൈഡിൽ ആക്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആംഗിൾ ഓഫ് ദി ഈ ഒരു ട്രയാങ്കിൾ 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും. ദെൻ ഈ ഒരു ടാൻജൻഷ്യൽ, അതായത് ഞാനിപ്പോൾ ആർ എന്ന് പറയുന്ന ഈ ഒരു കണക്റ്റിംഗ് റോഡിന് ടാൻജൻഷ്യലായിട്ട് എഫ് ടി അതുപോലെ തന്നെ എഫ് ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് രണ്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ എഫ് ആറും എഫ് ടിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ, അതായത് ഒന്ന് എന്താണ്? ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ഒന്ന് റേഡിയൽ ഡയറക്ഷനിലാണ് വരക്കുന്നത്. ദെൻ നമ്മുടെ എഫ് സി എന്താണ്? ഈ ഒരു കണക്റ്റിംഗ് റോഡിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും എന്ത്? എഫ് ആറും എഫ് സി തമ്മിലുള്ള ആംഗിൾ, അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡും റേഡിയൽ കമ്പോണൻറ്റ്, അത് ആ ഒരു റേഡിയൽ ഡയറക്ഷനിൽ വരച്ചിട്ടുള്ള ആ ഒരു ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 180 മൈനസ് ബീറ്റ ആയിരിക്കും. സോ നമുക്ക് എഫ് ആറും എഫ് ടിയും തമ്മിലൊരു ആംഗിൾ ഉള്ളത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ഈ 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ മൈനസ് 90 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 90 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. സോ ഇപ്പോൾ നമ്മുടെ ഈ എഫ് സി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്താണ്? എഫ് ടിയും എഫ് സിയും തമ്മിലുള്ള ആംഗിളാണ് എന്ത്? ഈ 90 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തീറ്റ പ്ലസ് ബീറ്റ, അതായത് ഈ ഒരു ക്രാങ്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ എഫ് ആർ എന്ന് പറയുന്ന ആ ഒരു ലൈനും എഫ് സി എന്ന് പറയുന്ന ലൈനും എവിടെയാണ്? ഈ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഫോഴ്സ് റിസോൾവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആംഗിൾ കൺസിഡർ ചെയ്യുന്നത്. ആംഗിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ എന്താണ്? എഫ് ടിയും അതുപോലെ തന്നെ എഫ് സിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് തീറ്റ പ്ലസ് ബീറ്റയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ എന്താണ്? ഈ ഒരു ലൈൻ എഫ് ആറും എഫ് ടിയും കൺസിഡർ ചെയ്യുക. അതിനങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു എഫ് സി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കലുമായിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ പ്ലസ് ബീറ്റയാണ്. സോ നമ്മൾ എഫ് സിനെ റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എലോങ് എഫ് ടി എഫ് സി സൈൻ തീറ്റ പ്ലസ് ബീറ്റയും എലോങ് എഫ് ആർ എഫ് സി ഇൻറ്റു കോസ് ബീറ്റ പ്ലസ് തീറ്റയാണ് നമുക്ക് കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്താണ്? നമ്മുടെ ക്രാങ്ക് ഇപ്പോൾ ക്രാങ്കിൽ
നമ്മുടെ ക്രാങ്ക് ഇവിടെ തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാവും. ദെൻ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ബീറ്റ ആംഗിൾ ഉണ്ടാവും. സോ ആംഗിൾസും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആണല്ലോ ആംഗിൾ വരുന്നത്. സോ അടുത്തത് നമുക്ക് എന്താണ് FC ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഇതിനെ എന്ത് ചെയ്യുക, റേഡിയലും അതുപോലെ തന്നെ ഇനി ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ലൈൻ വർക്ക്, അതായത് രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം നമുക്ക്. സോ ഇതിനെ നമുക്ക് FT എന്ന് വിളിക്കാം, ഇതിനെ FR എന്ന് വിളിക്കാം. സോ ഇപ്പോൾ ഈ ഇവിടുത്തെ ആംഗിൾ കാണണം നമുക്ക്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇവിടുത്തെ ആംഗിൾ, അതായത് FC വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നതാണ് എന്ത്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതായി, അതായത് ഇപ്പോൾ ഈ ഒരു ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ എന്താണ് 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റയാണ് വരുന്നത്. ഈ ഒരു FTയും അതുപോലെ തന്നെ ആരാണ് FCയും FRയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. FRയും FCയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിൽ FT എടുക്കുന്നത് ഇത് 90 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് 90 ഡിഗ്രി മൈനസ് ചെയ്യുക, അതായത് 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റയിൽ നിന്ന് 90 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ആംഗിൾ കിട്ടും. ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 90 മൈനസ് തീറ്റ പ്ലസ് ബീറ്റയാണ് വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ റിമൈനിങ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും. സോ ഇപ്പോൾ FC വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിഗറിനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ FRൻ്റെ ഡയറക്ഷൻ, ഇതാണ് FTയുടെ ഡയറക്ഷൻ. സോ ഇതാണ് നമ്മുടെ ഇതാണ് FC, ദെൻ ഇതാണ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ. സോ ഇപ്പോൾ FRൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവും, FC സൈൻ അല്ല കോസ് ആണ്, കോസ് തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും. ദെൻ ഇത് FRൻ്റെ ഡയറക്ഷനിൽ, ദെൻ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ ആയിരിക്കും, FTയുടെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ FT എന്ന് പറയുന്നത് FC ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ബീറ്റ ആയിരിക്കും. ഓക്കെ, സോ ദ കമ്പോണന്റ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ക്രാങ്ക് ഈസ് നോൺ ആസ് ദി ക്രാങ്ക് പിൻ എഫേർട്ട്. അപ്പോൾ എന്താണ് ക്രാങ്ക് പിൻ എഫേർട്ട് എന്ന് പറയുന്നത് ക്രാങ്കിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, അതായത് FT ആയിരിക്കും. സോ FT എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ കണ്ടതാണ്, അതായത് FC ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ബീറ്റയാണ് വരുന്നത്. സോ നമുക്ക് FC ഓൾറെഡി അറിയാം എന്താണ്, F നെറ്റ് ബൈ കോസ് ബീറ്റയാണ്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് FT എന്ത് കിട്ടും, നമുക്ക് F നെറ്റ് ഡിവൈഡ് ബൈ കോസ് ബീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ബീറ്റ. സോ നമുക്ക് ഈ ആംഗിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, നെറ്റ് ഫോഴ്സ് അറിയുന്നുണ്ടെങ്കിൽ സൈനും കോസും കണ്ടാൽ മതി, നമുക്ക് കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തത് ക്രാങ്ക് എഫേർട്ട് അല്ലെങ്കിൽ ടേണിംഗ് മൊമെന്റ്. അപ്പോൾ ടേണിംഗ് മൊമെന്റ് എന്ന് പറയുന്നതാണ് എന്ത്, ടോർക്ക് എന്ന് പറയുന്നത്. ഏത് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിലെ ടോർക്കാണ് ടേണിംഗ് മൊമെന്റ് ആയിട്ട് ഇവിടെ വരുന്നത്. സോ എന്താണ് അത് വരുന്നത്, FR ഇൻറ്റു എന്താണ് R ആണ്. ഓക്കെ, ടേണിംഗ് മൊമെന്റ് സെയിം തന്നെയാണ്, അതായത് FR അല്ല FT എന്തായിരിക്കും, FT ഇൻറ്റു എന്താ നമുക്ക് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് ബീറ്റയാണ് വരുന്നത്. അഗൈൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇത് ഓൾറെഡി ഇവിടെ കിട്ടിയതാണ് ടാൻജൻഷ്യൽ ഫോഴ്സ്. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഇൻറ്റു ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് എന്താണ് ക്രാങ്ക് റേഡിയസ് തന്നെ എടുക്കുക. സോ R മൾട്ടിപ്ലൈ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, T = FR എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ക്രാങ്ക് എഫേർട്ട് വരുന്നത്. F നെറ്റ് ബൈ കോസ് ബീറ്റ, അതായത് FC നമുക്ക് എന്താണ് F നെറ്റ് ബൈ കോസ് ബീറ്റയാണ്. സോ സൈൻ തീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ റേഡിയസ് പറയുന്നത്. ഈ ഒരു ഫോഴ്സും കൂടി ഉണ്ട്, ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ്സ്. ദ കമ്പോണന്റ് ഓഫ് FC അലോങ് ദി ക്രാങ്ക് ഇൻ റേഡിയൽ ഡയറക്ഷൻ പ്രൊഡ്യൂസ് ത്രസ്റ്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റേഡിയൽ കമ്പോണന്റ്, അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ റേഡിയൽ കമ്പോണന്റ് അല്ലെങ്കിൽ എന്താ റേഡിയൽ ഡയറക്ഷനിൽ ആക്ട്, അതായത് ക്രാങ്കിൻ്റെ റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു കമ്പോണന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ്സിൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ത്രസ്റ്റ് ഓൺ ദി ബിയറിംഗ്സ് ആണ് നമുക്ക് ഇനി കാണേണ്ടത്. എന്താണ് അത് FR, അതായത് റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന FCയുടെ കമ്പോണന്റ് ആണ്. സോ നമ്മുടെ FC ഇതാണ് നമ്മുടെ FR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റ പ്ലസ് ബീറ്റയാണ്. സോ എന്താണ് വെർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. നമുക്ക് അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് FR ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, FC ഇൻറ്റു സൈൻ അല്ല കോസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, കോസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ദെൻ FCനെ നമുക്ക് എങ്ങനെ എഴുതാം, F നെറ്റ് ബൈ കോസ് ബീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ഇതാണ് എന്ത് ത്രസ്റ്റ് ഓൺ ദി ബിയറിംഗ്സ്. അപ്പോൾ ഇത്രയും ഫോഴ്സസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ എല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ ടേണിംഗ് മൊമെന്റ് അടക്കം എന്താണ് 6 ഫോഴ്സസ് വരും, മീൻസ് അതായത് ടേണിംഗ് മൊമെന്റ് പിന്നെ 5 ഫോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അതായത് നെറ്റ് കാണാൻ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ആവശ്യം വരുന്നത്. ദെൻ ബാക്കി ഓരോന്നും കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ തീറ്റയും ബീറ്റ ആംഗിൾ അറിയാം, അതുപോലെ തന്നെ ഫോഴ്സ് ജസ്റ്റ് റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അപ്പോൾ നമ്മൾ എന്താണ് അതിനകത്ത് ഈ എഞ്ചിൻ ഫോഴ്സ് അനാലിസിസിൽ നമുക്ക് എന്താണ് 2-3 പ്രോബ്ലംസ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ട് സോൾവ് പ്രോബ്ലംസ് 4 എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ എഞ്ചിൻ, അതുപോലെ തന്നെ വെർട്ടിക്കൽ എഞ്ചിൻ. അപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ 2 പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. തന്നിട്ടുള്ളത് എ ഹൊറിസോണ്ടൽ ഗ്യാസ് എഞ്ചിൻ റണ്ണിങ് അറ്റ് 210 RPM ഹാസ് എ ബോർ ഓഫ് 220 mm ആൻഡ് എ സ്ട്രോക്ക് ഓഫ് 440 mm. The connecting rod is 924 long millimeter long and reciprocating parts weighs 20 kg. When the crank has turned through an angle 30 degree from the inner dead center, the gas pressure on the cover and the crank sides are 500 kN per meter square and 660 kN per meter square respectively. The diameter of the piston rod is 40 mm. Determine the turning moment on the crankshaft, thrust on the bearings, acceleration of the flywheel which has a mass 80 kg and radius of gyration 600 mm while power of the engine is 22 kilowatt.
അപ്പോൾ നമുക്കിവിടെ ഒരു ഹൊറിസോണ്ടൽ എഞ്ചിൻ്റെ ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് അതിനകത്ത് തന്നിട്ടുള്ള ഡാറ്റാസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എടുത്ത് എഴുതാം. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് റണ്ണിങ് അറ്റ് 210 RP, അതായത് എന്ന് തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ ഫൈൻഡ് ചെയ്യാം. ദെൻ ബോർ തന്നിട്ടുണ്ട്, അതായത് ബോർ എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈ ആണ് തരാറ്, അല്ലെങ്കിൽ ബോർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ്, പിസ്റ്റൻ്റെ ഡൈ ആണ്, അല്ലെങ്കിൽ പവർ സിലിണ്ടറിൻ്റെ ഡൈ ആയിരിക്കും നമുക്ക് ഈ ഒരു ബോർ എന്ന് പറഞ്ഞാൽ തരുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് തന്നിട്ട്, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാപിറ്റൽ എൽ ആയിട്ട് എടുക്കാതെ എന്താണ്, L=2R, അതായത് 2 ക്രാങ്ക് റേഡിയസ് ആണ്. സോ നമുക്ക് എന്താണ് 440 mm തന്നിട്ടുണ്ട്. ദെൻ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് L, അതായത് സ്മോൾ L തന്നിട്ടുള്ളത് 924 mm ആണ്. ദെൻ റെസിപ്രോക്കേറ്റിംഗ് പാർട്സിൻ്റെ വെയിറ്റ്സ്, അതായത് റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പിസ്റ്റൻ്റെ മാസ് 20 kg ആണ് തന്നിട്ടുള്ളത്. ദെൻ ക്രാങ്ക് ടേൺ ഫ്രം ദി IDC, അതായത് ഇപ്പോൾ ഹൊറിസോണ്ടൽ എഞ്ചിനാണ്, IDCയിൽ നിന്ന് 30 ഡിഗ്രി ടേൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഫിക്സഡ് ലിങ്കുമായിട്ട് ക്രാങ്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ദെൻ ഗ്യാസ് പ്രഷർ ഓൺ ദി കവർ സൈഡ്, അപ്പോൾ കവർ സൈഡിൽ P1 പ്രഷർ തന്നിട്ടുള്ളത് 500 kN/m², ആൻഡ് ക്രാങ്ക് സൈഡിലെ പ്രഷർ തന്നിട്ടുള്ളത് 60 kN/m² ആണ്. ദെൻ നമുക്ക് പിസ്റ്റൺ റോഡ്, അതായത് പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുള്ളത് 40 mm ആണ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ എന്താണ്, ക്രാങ്ക് സൈഡിൽ നമുക്ക് ഏരിയ കാണണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ടേണിംഗ് മൊമെൻറ്റ് കാണണം, ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ്സ് കാണാം. അപ്പോൾ ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ Ft×R ആണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ടോർക്ക് ആണ് നമുക്ക് കാണേണ്ടത്. ദെൻ അടുത്ത ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സിലിണ്ടർ വാൾസിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷറാണ്. സോ എന്താണ് Fn, അതായത് F സ്മോൾ ആണ് കാണേണ്ടത്. ദെൻ അതായത് വെർട്ടിക്കൽ, അപ്പോൾ ആ ഒരു പിസ്റ്റൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് കാണേണ്ടത്. ദെൻ ഫ്ലൈ വീലിൻ്റെ ആക്സിലറേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതിൻ്റെ മാസ് തന്നിട്ടുള്ളത് 8 kg ആണ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ 600 mm ആണ്. ദെൻ പവർ തന്നിട്ടുള്ളത് 22 kW ആണ്. സോ നമുക്ക് എന്നെ തന്നിട്ടുള്ള 210 RPM ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒമേഗ = 2πn/60 ആണ്. അപ്പോൾ 2π × 210/60 ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 21.99 കിട്ടും. വേണമെങ്കിൽ നമുക്ക് 22 എടുക്കാം. ദെൻ ബോർ തന്നിട്ടുള്ള എന്താണ്, ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ, അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ഡൈ ആണ്, ദാറ്റ് ഈസ് മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, 220 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, × 10⁻³ ചെയ്യുക, അപ്പോൾ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.22 വരും. ദെൻ സ്ട്രോക്ക് ലെങ്ത് ക്യാപിറ്റൽ L എന്ന് പറയുമ്പോൾ 440 mm ആണ്. ദെൻ അത് നമുക്ക് എങ്ങനെ എഴുതാം, 0.44 മീറ്റർ ആക്കാം. ദെൻ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് 924 mm ആണ്, അതിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുക. ദെൻ റെസിപ്രോക്കേറ്റിംഗ് മാസ് 20 kg തന്നിട്ടുണ്ട്, തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ദെൻ P1 അത്രയാണ് 500 × 10⁻³ Nm². ഇത് ചെയ്യുക, നമുക്ക് യൂണിറ്റ് കറക്റ്റായിട്ട് അതായതാണ് നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആവുള്ളൂ. ദെൻ ക്രാങ്ക് സൈഡിൽ തന്നിട്ടുള്ളത് 60 kN/m². സോ 16 × 10⁻³ Nm² ആണ്. സോ നമുക്ക് എന്താണ്, ഇനി ഏരിയ കാണണം. സോ പ്രഷർ തന്നിട്ട് ഇനി ഏരിയ കാണണം, എന്നാലാണ് നമുക്ക് FP കാണാൻ പറ്റുള്ളൂ. സോ ഡയ ഓഫ് ദ പിസ്റ്റൺ റോഡ് തന്നിട്ടുള്ളത് 40 mm ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.04 മീറ്ററായി മാറും. ഇനി നമുക്ക് എന്ത് കാണണം, നമുക്ക് എങ്ങനെയായാലും നമുക്ക് എന്താണ്, നെറ്റ് ഫോഴ്സ് കാണണം ആക്ടിങ് ഓൺ ദി പിസ്റ്റൺ. സോ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് F net എന്ന് പറയുന്നത് എന്താണ്, FP, അതായത് ഗ്യാസ് പ്രഷർ മൈനസ് ഇനേഷ്യ ഫോഴ്സ് ആണ്. സോ നമുക്ക് അതിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി സ്മോൾ n കാണണം, ഒബ്ലിഗേറ്ററി റേഷ്യോ, അതുപോലെ തന്നെ നമുക്ക് ബീറ്റ കാണണം. സോ ഇപ്പോൾ നമുക്ക് ഒബ്ലിഗേറ്ററി റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്, L/R ആണ്. സോ നമ്മുടെ L തന്നിട്ടുള്ളത് 924 ആണ്. ദെൻ R പറയുന്നത് എത്രയാണ്, 0.22 ആണ്. സോ നമുക്ക് R തന്നിട്ടില്ല, L = അതായത് സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 0.44 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്രാങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, L = 2R ആണ്. സോ നമുക്ക് R ക്രാങ്ക് റേഡിയസ് R = നമുക്ക് 0.22 എന്ന് കിട്ടും. ദെൻ N കാണാം, L/R ചെയ്യുക, അപ്പോൾ നമുക്ക് 4.2 കിട്ടും ഒബ്ലിഗേറ്ററി റേഷ്യോ. അടുത്ത് നമുക്ക് എന്താണ്, ഈ ഒരു കവർ സൈഡിലെ പിസ്റ്റൻ്റെ ഏരിയ കാണണം. അപ്പോൾ നമുക്ക് എന്താണ്, ഡയമീറ്റർ ബോർഡായ തന്നിട്ടുണ്ട് 0.22 ആണ്. സോ π/4d², അതിൽ π/4 × 0.22 സ്ക്വയർ ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.038 m² എന്ന് കിട്ടും ഏരിയ. ഇത് കവർ സൈഡിലെ ഏരിയയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മീൻസ് അല്ല ഇത് കവർ സൈഡിലെ ഏരിയയാണ്. ഇനി ക്രാങ്ക് സൈഡിലെ ഏരിയ കാണണം. അപ്പോൾ A2 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു പിസ്റ്റൻ്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് ആ ഒരു പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ മൈനസ് ചെയ്യണം. സോ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ നമുക്ക് എന്താണ്, സ്മോൾ ആയിട്ട് എടുക്കാം. നമുക്ക് അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, പിസ്റ്റൺ റോഡിൻ്റെ ഡയ 40 mm ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയ കാണാം, π/4 × 0.04², അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.257 × 10⁻³ m² എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് A2 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ക്യാപിറ്റൽ A1 മൈനസ് സ്മോൾ ആയി ചെയ്യുക, അപ്പോൾ നമുക്ക് 0.0367 എന്ന് കിട്ടും, മീറ്റർ² ഏരിയയാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തു, ഇതിന് കിട്ടി. ഇനി നമുക്ക് എന്താണ്, ഈ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. അപ്പോൾ ഇതിൽ തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി ബീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. ബീറ്റ കാണാൻ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, sin ഇൻവേഴ്സ് sin θ/n ചെയ്താൽ മതി. സോ നമുക്ക് N കിട്ടിയിട്ടുണ്ട്, തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ F ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഹൊറിസോണ്ടലി ഈ ഒരു പിസ്റ്റൺ അഗെയിൻസ്റ്റ് ആയിരിക്കും Fn ആക്ട് ചെയ്യുന്നത്, അതായത് F net ആക്ട് ചെയ്യുന്നത്. ദെൻ FC കണക്റ്റിംഗ് റോഡ് തന്നെ ലോങ് ആയിരിക്കും. നമുക്ക് കാണേണ്ടത് FT ആണ് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് ആദ്യം Fn കാണണം. സോ ഇപ്പോൾ ഇവിടെ ഗ്യാസ് പ്രഷർ പറയുന്നത്, അല്ലെങ്കിൽ FP എന്നാണ് ഞാൻ എടുക്കുന്നത്, ഈ ഒരു ഗ്യാസ് പ്രഷറിനെ, അല്ലെങ്കിൽ ഈ ഒരു പ്രഷർ ഫോഴ്സിനെ. സോ നമുക്ക് എന്താണ്, P1A1 മൈനസ് P2A2 ആണ്. നമ്മുടെ A1 എന്ന് പറയുന്നത് 0.038 ആണ്. ദെൻ ഇൻറ്റു പ്രഷർ P1 എന്ന് പറയുന്നത് 500 kN ആണ്. അപ്പോൾ 500 × 10⁻³ മൈനസ് എന്താണ്, നമുക്ക് പ്രഷർ 2 എന്ന് പറയുമ്പോൾ 60 kN ആണ്. 60 × 10⁻³ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് A2 എന്ന് പറയുന്നത് എത്രയാണ്, 0.0367 ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 16,16798 N എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 10⁻³ പുറത്തെടുത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 16.79 kN എഴുതാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റിൽ എന്ത് ചെയ്യാം പ്രോബ്ലം ചെയ്ത് പോവാം. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, എൻ വേണം നമ്മുടെ ഇനേഷ്യ ഫോഴ്സ് കാണിക്കുക. സോ അത് എൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ് 4.2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനേഷ്യ ഫോഴ്സ് കാണുക. അതുപോലെ തന്നെ ബീറ്റ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. സോ sin 30/4.2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 6.837 ഡിഗ്രിന്ന് ബീറ്റ കിട്ടും. നമ്മുടെ കണക്റ്റിംഗ് റോഡും ഫിക്സഡ് ലിങ്കും തമ്മിലുള്ള ആംഗിളാണ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. അത് എന്ത് ചെയ്യുക, കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ എൻ കാണണം, ബീറ്റ കണ്ടുപിടിക്കുക. ദെൻ ഒമേഗ കാണണം. അതുപോലെ തന്നെ ഈ രണ്ട് ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് എന്ത് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ദെൻ ഇനേഷ്യ ഫോഴ്സ് വരുന്ന എന്തായിരിക്കും, MR ഒമേഗ സ്ക്വയർ cos θ × cos 2θ/n ആണ്. സോ നമുക്ക് തീറ്റ വാല്യൂ എത്രയാണ്, 30 ഡിഗ്രിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എം എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആണ് മാസ് തന്നിട്ടുള്ളത്. ദെൻ അടുത്തത് ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് എത്രയാണ്, അതായത് ക്രാങ്ക് റേഡിയസ് 0.22 ആണ്. ദെൻ നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത് 22 ആയിട്ട് എടുക്കാം, 21.99 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ദെൻ cos 30 + cos 60/4.2. നമുക്ക് ആൻസർ വരുന്നത് 2095, അതായത് 2095.905 ന്യൂട്ടൺ ആണ്. സോ നമ്മുടെ എഫ് നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനേഷ്യ പ്രഷർ ഫോഴ്സ് മൈനസ് ഇനേഷ്യ ഫോഴ്സ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 14,702.1 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ടേണിംഗ് മൊമെൻ്റ് ആണ്. അപ്പോൾ ടേണിംഗ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് നമ്മുടെ ക്രാങ്കിൻ്റെ ആ ഒരു സൈഡിലാണ് വരുന്നത്. സോ നമ്മുടെ FC എന്താണ് നമ്മുടെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്കിന് രണ്ട് കമ്പോണൻറ്റ്, അതായത് നമ്മുടെ ക്രാങ്കിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന FCനെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. സോ നമുക്ക് ഇപ്പോൾ FC എന്ന് പറയുമ്പോൾ 2 ഫോഴ്സ് മെമ്പറാണ്, കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ ടെൻഷനായിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ എന്താണ് FC, അതായത് നമ്മുടെ കണക്റ്റിംഗ് റോഡിലുള്ള ഫോഴ്സ്. അപ്പോൾ നമുക്ക് F നെറ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിനി FC കാണാം, അതുപോലെ തന്നെ FT കാണാം. സോ നമുക്ക് FC എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാങ്കുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്. സോ അത് വെർട്ടിക്കലുമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് X ആക്സിസും Y ആക്സിസുമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് FRഉം FTയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഈ ഒരു വെർട്ടിക്കൽ, അതായത് ആ ഒരു ക്രാങ്കുമായിട്ട് അല്ലെങ്കിൽ ക്രാങ്ക് റേഡിയസിനായിട്ട് FC മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ പ്ലസ് ബീറ്റയാണ്. നമ്മൾ ബീറ്റ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ടേണിംഗ് മൊമെൻറ്റ് T F ടാൻജൻഷ്യൽ ഇൻറ്റു R ആണ് വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ FT എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ഈ ഒരു FCനെ FTയിലേക്ക് മീൻസ് റിസോൾവ് ചെയ്യുക. മീൻസ് എന്താണ്, അതൊരു X ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ പ്ലസ് ബീറ്റ. സോ നമുക്ക് എന്തെന്ന് കിട്ടും, FC × sin തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും, ഇൻറ്റു R. അപ്പോൾ നമുക്ക് R എന്ന് പറയുന്നത് ക്രാങ്ക് റേഡിയസ് ആണ്. ദെൻ FC എന്താണ്, ഓൾറെഡി നമുക്കറിയാം, അതായത് നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ആ ഒരു സൈഡ് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, FC ബീറ്റ ആംഗിളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് FC cos ബീറ്റ = F നെറ്റ് എന്ന് കിട്ടും. സോ F നെറ്റ്, അതായത് FC കാണുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, FC = F നെറ്റ് ഡിവൈഡഡ് ബൈ cos ബീറ്റ എന്ന് കിട്ടും. സോ നമ്മൾ ആ ഒരു വാല്യൂ, അതായത് F നെറ്റ് ഡിവൈഡ് ബൈ cos ബീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക FCക്ക് പകരം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, F നെറ്റ് ബൈ cos ബീറ്റ × sin തീറ്റ പ്ലസ് ബീറ്റ × സ്മോൾ r എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ബീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6.837 ആണ്. ദെൻ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 1953 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ടേണിംഗ് മൊമെൻറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുണ്ട്. ദെൻ ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ്സ്. അപ്പോൾ അതെന്താണ്, നമ്മുടെ FR ആണ്. ഈ ഒരു സെയിം ഫിഗർ നോക്കുക, ഇതിനകത്ത് FR റേഡിയൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് ആണ്. സോ FC അഗൈൻ എന്താണ്, നമ്മൾക്ക് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, അത് വെർട്ടിക്കലുമായിട്ടാണ് തീറ്റ പ്ലസ് ബീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. സോ FC × cos തീറ്റ പ്ലസ് ബീറ്റ ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് ത്രസ്റ്റ് ഓൺ ദ ബിയറിംഗ്സ് FR = FC × cos തീറ്റ പ്ലസ് ബീറ്റ. ദെൻ FCക്ക് അഗൈൻ നമ്മൾ എന്ത് ചെയ്യണം, F നെറ്റ് ബൈ cos ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1185.0175 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇതാണ് എന്ത്, ത്രസ്റ്റ് ഓൺ ദി ബിയറിംഗ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടുണ്ട്. അടുത്തത് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആക്സിലറേഷൻ ആൽഫയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ആൽഫ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ആക്സിലറേറ്റിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇവിടെ റേഡിയസ് ഓഫ് ഗൈറേഷനും മാസ്, ഫ്ലൈവീലിൻ്റെ മാസ് 8 കിലോഗ്രാമും അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ 600 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് എന്താണ് MK സ്ക്വയർ അല്ലെങ്കിൽ I കാണാം. പിന്നെ എന്താണ്, നമുക്കിവിടെ ടേണിംഗ് മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആക്സിലറേറ്റിംഗ് ടോർക്ക് കാണണം. സോ ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ടേണിംഗ് മൊമെൻറ്റ് മൈനസ് റെസിസ്റ്റിംഗ് ടോർക്കാണ്. സോ നമുക്ക് റെസിസ്റ്റിംഗ് ടോർക്ക് തന്നിട്ടുള്ളത് പവർ തന്നിട്ടുണ്ട് 20 കിലോ വാട്ടാണ് പവർ തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ റെസിസ്റ്റിംഗ് ടോർക്ക് TR = P/ω ആണ്. സോ നമ്മുടെ ഒമേഗയുടെ വാല്യൂ 22 ആണ്, അല്ലെങ്കിൽ 21.99 ആണ്. സോ നമ്മുടെ റെസിസ്റ്റിംഗ് ടോർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പവർ ബൈ ഒമേഗ ചെയ്യാം. അപ്പോൾ പവർ തന്നിട്ടുള്ളത് 22 കിലോ വാട്ടാണ്. സോ 22,000/22 ചെയ്യാം. അപ്പോൾ നമുക്കൊരു 1000 വാല്യൂ കിട്ടും, 1000 ന്യൂട്ടൺ മീറ്റർ. ദെൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1953 ആണ്. സോ 1953 - 1000 ചെയ്യാം. നമുക്ക് 952.54 നമ്മുടെ എന്ത് കിട്ടും, റെസിസ്റ്റിംഗ് ടോർക്ക് കിട്ടും. സോറി, നമ്മുടെ ടേണിംഗ് മൊമെൻറ്റ് മൈനസ് റെസിസ്റ്റിംഗ് ടോർക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ആക്സിലറേറ്റിംഗ് ടോർക്കാണ്. സോ ഇനി ആൽഫ ആക്സിലറേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടോർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആക്സിലറേറ്റിംഗ് ടോർക്ക് ഡിവൈഡ് ബൈ
ഐ, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ചെയ്യുക. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താണ് എം കെ സ്ക്വയർ ആണ്. എം 8 കിലോഗ്രാമും കെ എന്ന് പറയുന്നത് 600 mm ആണ്. സോ 0.6 മീറ്റർ ആണ് വരിക. നമ്മുടെ ടി തന്നിട്ടുള്ളത് എത്രയാണ്? ടി കിട്ടിയിട്ടുള്ളത് 952 to 0.54 ആണ്. സോ അത് ഡിവൈഡ് ബൈ 8 into 0.6 സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 330.7 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇതാണ് എന്ത് ഇതിനകത്ത് മൂന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ. ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഒരു the crank and connecting rod of a vertical petrol engine running at 1800 rpm and 270 mm respectively. So the connecting rod is 60 mm and 270 mm respectively. The diameter of the piston is 100 mm and mass of the reciprocating part is 1.2 kg during the expansion stroke when the crank has turned 20 degree from the top dead center. The gas pressure is 650 kN per meter square. Determine the net force on the piston, net load on the Gudgeon pin, thrust on the cylinder walls, speed at which the Gudgeon pin, load in reverse, reversed in direction. So ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വെർട്ടിക്കൽ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് തന്നിട്ടുള്ളത് n = 1800 rpm ആണ്. ദെൻ കണക്റ്റിംഗ് ക്രാങ്കിൻ്റെ ക്രാങ്ക് തന്നിട്ടുള്ളത് 60 mm ആണ്. ദെൻ കണക്റ്റിംഗ് റോഡ് തന്നിട്ടുള്ളത് 270 mm ആണ്. ദെൻ ഡയമീറ്റർ ഓഫ് ദ പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുള്ളത് 100 mm ആണ്. ആൻഡ് മാസ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് തന്നിട്ടുള്ളത് എത്രയാണ്? അതിൻ്റെ മാസ് 1.2 kg ആണ്. ദെൻ ഇൻ ആൻ എക്സ്പാൻഷൻ സ്ട്രോക്ക് ക്രാങ്ക് ഹാസ് ടേൺ 20 degree ഫ്രം ദി ടി ഡി സി. സോ ടി ഡി സിയിൽ നിന്ന് 20 degree ടേൺ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ അവിടെ എന്താണ് തീറ്റയാണ് തന്നിട്ടുള്ളത്. ക്രാങ്കും ഫിക്സഡ് ലിങ്കും തമ്മിലുള്ള ആംഗിൾ 20 degree ആണ് തന്നിട്ടുള്ളത്. ദെൻ ഗ്യാസ് പ്രഷർ എന്താണ്? നമുക്കൊരു പ്രഷർ തന്നിട്ടുണ്ട്. എന്തായിരിക്കും അത്? കവർ സൈഡിലുള്ള പ്രഷർ ആയിരിക്കും. 650 kN ആണ് തന്നിട്ടുള്ളത്. നെറ്റ് ഫോഴ്സ്, അതായത് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കാണണം. ദെൻ നെറ്റ് ലോഡ് ഓൺ ദ ഗഡ്ഗൺ പിൻ, അതായത് നമ്മുടെ എന്താണ് കണക്റ്റിംഗ് റോഡിലെ ഫോഴ്സാണ് കാണേണ്ടത്. ദെൻ ത്രസ്റ്റ് ഓൺ ദ സിലിണ്ടർ എന്താണ്? എഫ് എൻ ആണ്, എഫ് സ്മോൾ എൻ. ദെൻ ഇനി എന്താണ്? ഇനി റിവേഴ്സ് ചെയ്യുമ്പോൾ എത്ര സ്പീഡ് വേണമെന്ന് എൻ ആണ് കാണേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ് ആൻസറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് വെർട്ടിക്കൽ എഞ്ചിനാണ്. സോ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒമേഗ കാണാം. സോ 2/n, അതായത് 2 × 1800/60. അപ്പോൾ നമുക്ക് 188.5 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ദെൻ ക്രാങ്ക് തന്നിട്ടുണ്ട് 60 mm ആണ്, 0.06 മീറ്റർ ആകും. ദെൻ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് എൽ തന്നിട്ടുണ്ട് 270 mm ആണ്, 0.27 മീറ്റർ. ദെൻ പിസ്റ്റൻ്റെ ഡയ തന്നിട്ടുണ്ട് 100 mm. സോ എന്താണ്? 0.1 മീറ്റർ ആവും. ദെൻ റെസിപ്രോക്കേറ്റിംഗ് മാസ് തന്നിട്ടുള്ളത് 1.2 kg ആണ്. ദെൻ തീറ്റ = 20 degree അങ്ങനെ ഫ്രം ടി ഡി സി. അടുത്തത് പ്രഷർ തന്നിട്ടുണ്ട് 650 kN per meter square. അപ്പോൾ 650 × 10⁻³ Newton per meter ആവും, മീറ്റർ സ്ക്വയർ ആവും. ദെൻ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുക? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പ്രഷർ കാണാം, അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സ് കാണാം. പി എ ചെയ്യുക. അതായത് 650 × 10⁻³ × π/4 എന്താണ് 0.1 സ്ക്വയർ. 0.1 ആണ് എന്ത്? പിസ്റ്റൻ്റെ ഡയമീറ്റർ തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യും? 510.5.1 Newton ഫോഴ്സ് കിട്ടും. അതായത് പ്രഷർ ഫോഴ്സ് ഇത്രയാണ് കിട്ടുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ എൻ കാണാം, ഒബ്ലിഗേറ്റീവ് റേഷ്യോ L/R ചെയ്യുക. അപ്പോൾ നമുക്ക് 4.5 എന്ന് കിട്ടും. റേഷ്യോ ആണ്, യൂണിറ്റ് ഇല്ല. ദെൻ അടുത്തത് എന്താണ്? ബീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് sin θ / n ആണ്. സോ 4.36 degree ആണ് നമുക്ക് ബീറ്റ ആംഗിൾ വരുന്നത്. നമുക്ക് എന്താണ്? ഇനേഷ്യ ഫോഴ്സ് F i = mr omega square × cos θ + cos 2θ / n. നമുക്ക് എന്ത് ചെയ്യാം? m 1.2, r എന്താണ്? 0.06 ആണ്. ഒമേഗ എന്ന് പറയുമ്പോൾ 188.5 ആണ്. ദെൻ cos 20 + cos 40/4.5. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 2839.4 ആണ്. ഇത്രയാണ് ഇനേഷ്യ ഫോഴ്സ് വരുന്നത്. 3 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. ദെൻ ഇനി നമുക്ക് എന്താണ്? വെർട്ടിക്കൽ എഞ്ചിനാണ്. ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് എന്താണ്? ഈ ഒരു പിസ്റ്റൻ്റെ മാസ് എന്ത് ചെയ്യും? പിസ്റ്റൻ്റെ ത്രസ്റ്റിനെ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ എഫേർട്ടിനെ അസസ് ചെയ്യും ഈ ഒരു കേസിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യണം, വെയിറ്റ് കൂടി ആഡ് ചെയ്യണം. നമ്മുടെ എം ജി എന്ന് പറയുമ്പോൾ W = mg ആണ്. ദെൻ 1.2 × 9.81 ചെയ്യുക. സോ മാസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ജിയുടെ വാല്യൂ 9.81. ദെൻ നമുക്ക് ഇത് കിട്ടും 11.77 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ നമ്മുടെ എഫ് നെറ്റ് അല്ലെങ്കിൽ പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫ് പി പ്രഷർ ഫോഴ്സ് മൈനസ് ഇനേഷ്യ ഫോഴ്സ് പ്ലസ് വെയിറ്റ് ആണ് വരുന്നത്. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5105 - 2839.5 + 11.77. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 2277.27 ന്യൂട്ടൺ ആണ്. സോ അടുത്തത് കാണേണ്ടത് എന്താണ്? നമ്മൾ കണ്ടത് നെറ്റ് ഫോഴ്സ് ആണ്. ഇനി ത്രസ്റ്റ് ഓൺ ദ സിലിണ്ടർ ആണ് കാണേണ്ടത്. അല്ല മീൻസ് കണക്റ്റിംഗ് റോഡിലെ ഗഡ്ഗൺ പിന്നിലുള്ള നെറ്റ് ലോഡ് ഓൺ ദി ഗഡ്ഗൺ പിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഫോഴ്സ് ഓൺ ദ കണക്റ്റിംഗ് റോഡാണ് കാണേണ്ടത്. സോ നമ്മുടെ എഫ് സി എന്താണ്? ഈ ഒരു കേസിലും എഫ് സി എങ്ങനെ ഇരിക്കും? അപ്പോൾ നമുക്ക് വെർട്ടിക്കലി ആയിരിക്കും പിസ്റ്റൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിസ്റ്റൻ്റെ ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? മീൻസ് വെർട്ടിക്കലുമായിട്ട് ബീറ്റ ഇൻക്ലിനേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ എന്താണ്? വെർട്ടിക്കലി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ എടുക്കും. സോ അപ്പോൾ ഈ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ഇത് ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് തന്നെ ചെയ്യുക. അതല്ല അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് നമ്മൾ റിസോൾവ് ചെയ്തത്. ഇവിടെ എഗെയിൻ നമുക്ക് അവിടെ ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ട് നമ്മൾ കോസ് ബീറ്റ എടുത്തു. ഇവിടെ എന്താണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്? വെർട്ടിക്കലുമായിട്ടാണ്. പക്ഷേ നമുക്ക് എന്താണ്? ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ റിസോൾവ് ചെയ്യേണ്ടി വരിക. കാരണം നെറ്റ്, അതായത് എഫ് നെറ്റ് ആക്ട് ചെയ്തത് എങ്ങനെയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. എഫ് സി ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്ത് ആൻ ഇൻക്ലിനേഷൻ ഓഫ് ബീറ്റ അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയും നമുക്ക് എന്താണ്? എഫ് സി കോസ് ബീറ്റയാണ് വരിക. കാരണം ആംഗിൾ മേക്കുന്നത്
വെർട്ടിക്കലുമായിട്ടാണ്. സോ ഇവിടെ എഫ് സി എന്ന് പറയുന്നത് എഫ് നെറ്റ് ബൈ കോസ് ബീറ്റ് ആണ് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗറിൽ അപ്പോൾ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് റിസോൾവ് ചെയ്തിട്ടാണ് എന്ത് കണക്റ്റിംഗ് റോഡിലെ ഫോഴ്സ് കണ്ടത്. ഈ ഒരു ഫിഗറിനെ നേരെ വെർട്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു പിസ്റ്റൻ്റെ ഒരു സൈഡ് മാത്രം അവിടെ ഏതൊക്കെ ഫോഴ്സ്, പിസ്റ്റൺ ഫോഴ്സ് കാണുക, പിന്നെ ക്രാങ്കിലുള്ള ഫോഴ്സ് കാണുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി, അതിനെ റിസോൾവ് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാറില്ല എന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് കാണാതെ പഠിച്ചത് ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ ആൻസർ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് 77.27 ബൈ കോസ് 4.36. അപ്പോൾ നമുക്കത് കിട്ടും 283.9 ന്യൂട്ടൺ കിട്ടും. അതാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഗഡ്ഗൺ പിന്നിൽ വരുന്ന ഫോഴ്സ് ഇതാണ്. ദെൻ ത്രസ്റ്റ് ഓൺ ദ സിലിണ്ടർ വാൾസ് അതെന്താണ്, FN ആണ്. എഗെയിൻ എന്ത് ചെയ്യണം നമുക്ക്, ഈ ഒരു കേസിൽ എന്തായിരിക്കും, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഫോഴ്സ് റിസോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ശരിക്കും ഇവിടെ FC ബൈ കോസ് ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റയാണ് വരിക. അതിനെയാണ് നമ്മൾ F നെറ്റ് ഇൻറ്റു ടാൻ ബീറ്റ എന്ന് എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 173.627 ന്യൂട്ടൺ എന്ന് കിട്ടും. then ഇനി കാണേണ്ടത് എന്താണ്, ഈ ഒരു ഗഡ്ഗൺ പിൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഗഡ്ഗൺ പിന്നല്ല, ഗഡ്ഗൺ പിൻ തന്നെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡ് വേണമെന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനെ ടോട്ടലി നെഗറ്റീവ് സൈൻ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇനീഷ്യ ഫോഴ്സ് നമുക്ക് ഒമേഗയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അതായത് സ്പീഡാണ് N ആണ് കാണേണ്ടത്. N ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഒമേഗയാണ്. സോ നമുക്ക് ഒമേഗയാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇനീഷ്യ ഫോഴ്സിലാണ് ഇത് എടുക്കുന്നത്, ഒമേഗ എടുക്കുന്നത്. സോ ദെൻ അടുത്തത് കൺസിഡർ ചെയ്യേണ്ടതാണ് ഈ ഒരു പിസ്റ്റൻ്റെ മാസ്. അതെന്താ എങ്ങനെയായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓപ്പോസ് ചെയ്യണം. നമ്മൾ നേരത്തെ എന്തായിരുന്നു, ഇത് നമ്മുടെ പിസ്റ്റനെ അസിസ്റ്റ് ചെയ്യുക നെറ്റ് ഫോഴ്സിനെ. ഈ ഒരു കേസിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വേണം ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ ഫോഴ്സ്, അപ്പോൾ അതെന്തായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. സോ ഇതിനെ രണ്ടിനെ നമ്മൾ ഓപ്പോസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് ഫോഴ്സ് നമ്മൾക്ക് ഈ ഒരു കേസിലില്ല, അത് 0 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, FP + mg അതെന്തായിരിക്കണം, അത് ഇനീഷ്യ ഫോഴ്സിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഗഡ്ഗൺ പിൻ റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ രണ്ടിനെ ആഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 5116.87 ആണ്. ദെൻ ഈ ഒരു സൈഡിൽ ഒമേഗ സ്ക്വയർ അങ്ങനെ തന്നെ നിർത്തുക. ബാക്കി നമ്മുടെ ഇനീഷ്യ ഫോഴ്സിലുള്ള ഒമേഗ സ്ക്വയർ നിർത്തിയിട്ട് ബാക്കി എന്ത് ചെയ്യുക, RM cos θ + cos 2θ/n ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.0799 ഒമേഗ സ്ക്വയർ കിട്ടും. സോ നമുക്ക് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടുക, 64029.2 എന്ന് കിട്ടും. വലിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുക, ഒമേഗ കാണും. അപ്പോൾ റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 253 radian/second കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് സ്പീഡ് കാണണം. സോ N = 16 ω/2π. നമുക്ക് എന്തെന്ന് കിട്ടും, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2416 RPM എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഇല്ലാത്ത 2-3 കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഡെറിവേഷനിൽ കാണാത്ത 2-3 കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്, ടേണിംഗ് മൊമെൻറ്റ് മൈനസ് റെസിസ്റ്റിംഗ് ടോർക്കാണ്. സോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ നമുക്ക് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്പീഡ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് വെർട്ടിക്കൽ എഞ്ചിൻ്റെ കേസിൽ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.